ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ്. പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് അലൻ ജോളിയാണ്, സൈബർ സെക്യൂരിറ്റി ട്രെയിനറാണ്. അപ്പം ഇന്നൊരു ചെറിയൊരു വെബിനാർ സെഷനാണ്. അപ്പം മേജർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിൻ്റെ ബേസ് ചെയ്തുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ആദ്യം തിയറട്ടിക്കൽ ഒരു കുറച്ച് നേരം ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡെമോ ക്ലാസ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വോളണ്ടറി ആയിട്ട് നിങ്ങളുള്ള ആരെങ്കിലും ഫിഷിങ്ങിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യും. ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന, അതായത് ഇവിടെ എനിക്ക് റിസീവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഡെമോ ലാബിൽ ജനറേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവൈലബിൾ ആയിരിക്കും ഇവിടുത്തെ സ്റ്റുഡൻസിനുള്ളവർക്ക് വീണ്ടും ഇത് റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം അവയർനെസ് ബേസ് ചെയ്താണ്. എന്താണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞ് ഒരു കൺസെപ്റ്റിൻ്റെ പറ്റിയുള്ള അവയർനെസ് ആണ് ആദ്യം തരാൻ പോണേ. അപ്പം ആരെങ്കിലും ഈ കൂട്ടത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ? മെജോറിറ്റി എനിക്ക് തോന്നുന്നത് ഇപ്പം ജെൻസിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നേക്കണമെന്ന് ജെൻസി സ്റ്റുഡൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ജെൻസി പീപ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഏരിയയിൽ പെട്ടിട്ടുള്ളത് കൂടുതലും. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ടെലഗ്രാം വഴി എന്തെങ്കിലും ബോട്ട് വഴിയോ ലിങ്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് ബേസ് ചെയ്ത്, അതായത് നിങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുവാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്യണം, അങ്ങനത്തെ രീതിയിലുള്ള അതെല്ലാം ടൈപ്പ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് വരും, നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഐഫോൺ കിട്ടും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്ത ഒരു ഫിഷിംഗ് അറ്റാക്ക് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇംപേഴ്സണേഷൻ ആണ്. അറ്റാക്കർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഇംപേഴ്സണേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവിന്റെ വേഷത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വേഷത്തിലായിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചായിരിക്കും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ വലിയ വലിയ കമ്പനീസിനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഇമെയിൽ വെച്ചായിരിക്കും. ചിലപ്പോൾ അവരുടെ ഇമെയിൽ ഇപ്പോൾ microsoft.com ആയിരിക്കും അവരുടെ ഇമെയിൽ, ചിലപ്പോൾ റോമൻ ന്യൂമറിക്കൽ ആയിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഫോണ്ടിലായിരിക്കും എഴുതിയിരിക്കുന്നത്. സോ നോക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് ആണെങ്കിലും പക്ഷേ അത് വേറെ ഫോണ്ട് ആയതുകൊണ്ട് അത് വേറൊരു അറ്റാക്കിന്റെ ഒരു അതായത് അതൊരു ഒറിജിനൽ മൈക്രോസോഫ്റ്റ് അല്ല. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള, അതായത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഓരോ മെയിൽ വായിക്കുകയൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഇപ്പം പേജ് നോക്കുമ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ ആ URL ശ്രദ്ധിച്ച് നോക്കിയാൽ ഫേസ്ബുക്ക് അല്ലായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇതൊക്കെ ടൈപ്പ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക് ആണ്. ഏകദേശം പറഞ്ഞോളാം. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വെബിനാർ ആടാ ഇത്, ജസ്റ്റ് ഒരു ഫിഷിംഗിന്റെ ബേസ് ചെയ്തുള്ള. പേടിക്കണ്ട, തിങ്കളാഴ്ച എന്തായാലും ഇതൊരു വെബിനാർ സെഷൻ ആടാ. അതായത് പുതിയ ആളുകൾ വരുമ്പോൾ എല്ലാരും കൂടി ആയിട്ട് ഒരു പ്രസന്റേഷൻ പോലെ ഇത്. അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് എന്തായാലും ഉണ്ട്. റെക്കോർഡിംഗ് ഇല്ല, ക്ലാസ് അല്ലാടാ ഇത്. ക്ലാസ് ഇനി തിങ്കളാഴ്ച തൊട്ടാ, തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉള്ളൂ ക്ലാസ്. ഇത് ഒരു ചെറിയൊരു അതിന് ഡാർക്ക് വെബിനെ പറ്റിയാ പഠിച്ചേ. അത് ക്ലാസ്സിന്റെ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉള്ളൂടാ. ശനിയാഴ്ച ചെറിയൊരു വെബിനാർ പോലെയാ, പുതിയ എന്തെങ്കിലും ടോപ്പിക്കിന്റെ ബേസ് ചെയ്തുള്ള. ഞാനിത് നോക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യടാ, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം കേട്ടോ. ഒരു ചെറിയൊരു കുഴപ്പമില്ല, അതെന്തായാലും ചെയ്യാൻ. ഇന്നലെ വല്ല ചോദിച്ചോടാ. സാറേ ഇന്നലെ പറഞ്ഞില്ലേ IP അഡ്രസ് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ? എടാ മറ്റേ വാങ്ങാൻ പറ്റത്തില്ല, അത് ഡൊമൈനാ മേടിക്കാൻ പറ്റില്ല. .com എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നമ്മളെ IP അഡ്രസ് കണ്ടുപിടിച്ചിട്ട് നമുക്കിപ്പോ വീട്ടിക്ക് നമ്മളെ എത്തിക്കാൻ പറ്റൂലേ സാധനം വാങ്ങുകയാണെങ്കിൽ? അപ്പൊ ആ സാധനം വഴി നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? കണ്ടുപിടിക്കാൻ പറ്റൂടാ. മീൻസ് നിനക്ക് ട്രാക്ക്, അത് മറ്റേ അറ്റാക്കറിന്റെ ട്രേസ് ചെയ്യണമെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നല്ല അതിന്റെ ഉള്ള വഴികൾ എന്തായാലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാട്ടാ. ഇത് ക്ലാസ് അല്ലാട്ടാ, ഇത് വെബിനാറാ കേട്ടാ. കേട്ടാ വെബിനാർ ബേസ് ചെയ്തുള്ള കേട്ടാ, ഫിഷിംഗിന്റെ ബേസ് ചെയ്തുള്ള നമ്മള്
അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞ് ഫിഷിംഗ് എന്തായാലും മൺഡേ എന്തായാലും ഫിഷിംഗ് എന്തായാലും ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ ഇന്ന് ജസ്റ്റ് പുതിയ ആളുകൾ വരുന്നുണ്ട്, ഇതിനകത്ത് പുതിയ ആളുകൾ കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എല്ലാവരും ബാക്കി എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെറിയൊരു വെബിനാർ തന്നെയാണ്. അപ്പൊ ഫിഷിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോണേ. അപ്പൊ ഇതാണ് ഫിഷിങ്ങിനെ പറ്റിയുള്ള പ്രസന്റേഷൻ ആണ്. ഒരു കുറച്ച് നേരത്തേക്കുള്ള തിയററ്റിക്കൽ ആണ്, പിന്നെ നമ്മൾ നേരെ പ്രാക്ടിക്കൽ ഡെമോയിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫിഷിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിംഗ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ്. അതായത് അറ്റാക്കർ ഇംപേഴ്സണേറ്റ് ചെയ്യണയാണ്, കമ്പനിയുടെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ ഇംപേഴ്സണേറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്യണയാണ് ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 2025 ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഓർഗനൈസേഷൻ, എല്ലാ വലിയ വലിയ ഓർഗനൈസേഷൻ മൊത്തം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 75% അറ്റാക്കിംഗ് നടന്നിട്ടുണ്ട് മൊത്തത്തിൽ വേൾഡിൽ എല്ലായിടത്തിലും. അതുകൊണ്ട് ഫിഷിംഗ് അത്രയ്ക്കും ഒരു ഫേമസ് അറ്റാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക് ആണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് സ്പിയർ ഫിഷിങ്ങും ഒന്ന് വെയിലിങ്ങും. അപ്പൊ സ്പിയർ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഒരു സ്പെസിഫിക് ഓർഗനൈസേഷനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെയിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ടാർഗറ്റ്, അതായത് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് വെയിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇന്ന് ലാബിൽ യൂസ് ചെയ്യാൻ പോണ ഒരു ഫിഷിംഗ് ടൂളിന്റെ പേര് എന്ന് പറഞ്ഞാൽ സ്റ്റോം ബ്രേക്കർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞൊരു ടൂള് നമുക്ക് നെറ്റിൽ കിട്ടും. ഗൂഗിളിൽ പോയി കഴിഞ്ഞ് സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞ് ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടൂള് കിട്ടും. അപ്പൊ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റാണ് ഫിഷിംഗ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഈ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ലാബ് ബിൽഡ് ചെയ്തിട്ട് അതിനകത്തൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ആരൊക്കെ ക്ലിക്ക് ചെയ്യുന്നുള്ളോ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ മൊമെന്റ് ആ അറ്റാക്കറിന് ആളുടെ ലൊക്കേഷൻ ആക്സസ് കിട്ടും. നമുക്ക് ആൾ എവിടെ നിൽക്കണ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻസ് വെർഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങൾ ഇല്ലീഗലായിട്ടൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്യൂർലി എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ കുറെ ടൈപ്പ് ഓഫ് ടൂൾസ് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. സ്റ്റോം ബ്രേക്കർ അങ്ങനത്തെ ഒരു ടൂളാണ്. ഞാൻ സ്റ്റോം ബ്രേക്കർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ പർപ്പസിന്. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യിപ്പിക്കേണ്ടത് ഞാനിപ്പം പറഞ്ഞുതരാം. അപ്പൊ സ്റ്റോം ബ്രേക്കർ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോവാം. സ്റ്റോം ബ്രേക്കർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ കോഡ് ക്ലിക്ക് ചെയ്യുക. കോഡ് അതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ടെർമിനലിലോട്ട് പോവാം. എന്നിട്ട് ഗിറ്റ് സ്പേസ് ക്ലോൺ സ്പേസ് ആ ഒരു സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആ URL പേസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിക്കുമ്പോൾ ഇത് റൺ ചെയ്ത് അത് ഡൗൺലോഡ് ആവും, നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആവും. എന്നിട്ട് അതിലോട്ട് കയറാനായിട്ട്, അതായത് ആ ഫോൾഡറിലോട്ട് കയറാനായിട്ട് CD സ്പേസ് സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ആ സ്റ്റോം ബ്രേക്കറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് ടൂൾസും കാര്യങ്ങളും നമ്മൾ ആദ്യം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറച്ച് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനത് സ്റ്റുഡൻസ് എല്ലാവർക്കും ഞാനത് ചാറ്റിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, 1 by 1 ആയിട്ട്. അപ്പൊ ആദ്യം ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. അതായത് ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം ഇതിനൊരു വെർച്വൽ എൻവയറമെന്റിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഈ ഒരു requirement.txt ഇതിനകത്ത് കുറച്ച് ടൂൾസ് ഉണ്ട്, നമുക്ക് പ്രീ റിക്വസ്റ്റ് ടൂൾസ് ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യും. pip install -r requirement.txt എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഇൻസ്റ്റാൾ ആയി. പിന്നെ ധൈര്യമായിട്ട് പൈത്തൺ 3 സ്പേസ് st.py എന്ന് പറഞ്ഞ് ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്റ്റോം ബ്രേക്കർ റൺ ആവണേ. അപ്പം ഈ ഒരു സ്റ്റോം ബ്രേക്കർ റണ്ണായി കഴിഞ്ഞാൽ എൻ്റെ വൈഫൈയുടെ അകത്തുള്ള ആരൊക്കെ ഉണ്ടോ ഞാൻ അവർക്ക് ഈ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടും. പക്ഷേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ, അതായത് നിങ്ങളിപ്പോൾ വീഡിയോ കോൾ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വർക്ക് ആവത്തില്ല.
ആ ലിങ്ക് അവിടെ ആകത്തില്ല. കാരണം ഇത് ഓൺലൈൻ അല്ല, ഇത് ലോക്കലി റൺ ചെയ്യുവാണ്. അതായത് എൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തേക്കണേ എൻ്റെ കസിൻസ്, എൻ്റെ ഇപ്പം എൻ്റെ വീട്ടുകാർ, ഫാമിലി മെമ്പർ, അവരൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ കിട്ടും. പക്ഷേ ഇത് പുറമേ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകൾ, ഈ വീഡിയോ കോളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ലിങ്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്കിത് ഓൺലൈനിലോട്ടാക്കണം. അപ്പം അത് ഓൺലൈനിലോട്ടാക്കാനായിട്ട് ഒരു ടൂൾ ഉണ്ട്. ആ ടൂളിന്റെ പേരാണ് NGROK എന്ന് പറയുന്നത്. NGROK യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടൂള് ഓൺലൈൻ ആക്കാൻ പറ്റും. അപ്പൊ വൺസ് NGROK ഇതിനകത്ത് പോവാ, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കമാൻഡ് കിട്ടും. അതിനകത്തൊരു ലിനക്സിന്റെ കമാൻഡ് കിട്ടും. ആ ലിനക്സിന്റെ കമാൻഡ് ഒന്ന് റൺ ചെയ്താൽ മതി കേട്ടോ. ജിത്തു ഒന്ന് മൈക്രോഫോൺ, ജിത്തു ഒന്ന് മൈക്രോഫോൺ ഒന്ന് ഓഫ് ആക്കണം, ബാക്ക്ഗ്രൗണ്ട് വെച്ച്. ഓക്കെ ഓക്കെടാ. അപ്പം NGROK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൂൾ നിങ്ങൾ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ കിട്ടും. വൺസ് ആ ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ഒറ്റ ലൈൻ കമാൻഡ് ഉള്ളൂ കേട്ടോ, ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്താൽ മതി. ഇവിടുന്ന് നമ്മൾ നേരത്തെ സ്റ്റോം ബ്രേക്കർ റൺ ചെയ്തതിൻ്റെ ആ ഈ ഒരു ഇതിന്റെ താഴെ ഇവിടെ NGROK HTTP എന്ന് പറഞ്ഞ് 2525 ഈ ഒരു കമാൻഡ് കാണും ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സ്റ്റോം ബ്രേക്കർ വൺസ് റൺ ആയി കഴിഞ്ഞാൽ ഈ ടെർമിനൽ ഒന്നും ചെയ്യട്ടെ, ഇത് ഇങ്ങനെ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് നിന്നാണ് ഈ കമാൻഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് പുതിയൊരു ടെർമിനൽ ഞാൻ ഓൺ ആക്കി, എന്നിട്ട് ആ കമാൻഡ് ഇവിടെ കൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഒരു ഓൺലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം എൻ്റെ സെർവർ ഓൺലൈനായി. അതായത് ഞാനിപ്പം ലോക്കലി റൺ ചെയ്യുന്ന സാധനം വേൾഡിൽ മൊത്തം ആ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഫിഷിംഗ് ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലിങ്ക് ഞാനിപ്പോൾ തരാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഇത് അറ്റാക്കർ ചെയ്യേണ്ട കേട്ടോ. ഇപ്പം ഈ അറ്റാക്കർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അറ്റാക്കർ ഇത് ഓൺലൈൻ കണ്ട് ഒരു സെക്കൻഡ്. അറ്റാക്കർ ഈ ഒരു ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്കർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൺസ് ഈ ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ അവൻ ഈ ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വരും. അതിന്റെ താഴെ അതിന്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ലിങ്ക് കിട്ടും. അത് ഈ അറ്റാക്കർ യൂസ് ചെയ്യുന്ന ലിങ്ക് ആട്ടാം. അറ്റാക്കർ ഇത് ഓപ്പൺ ആക്കി എന്നിട്ട് ഒരു പുതിയൊരു ബ്രൗസറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് എന്നിട്ട് അതിനകത്ത് വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. വിസിറ്റ് സൈറ്റ് കൊടുക്കുമ്പോൾ അറ്റാക്കറിനെ അറിയത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം സ്റ്റോം ബ്രേക്കറിനകത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ലോഗിൻ പേജ്, യൂസർ നെയിം, പാസ്വേഡ്, അഡ്മിൻ ആട്ടാ. പോയി കഴിഞ്ഞാൽ ഇതാണ് അറ്റാക്കർ കാണുന്നത്. അപ്പൊ അറ്റാക്കർ കാണുമ്പോൾ ഇങ്ങനത്തെ 4 ലിങ്കുകൾ കാണുന്നത്. കൂടാതെ ഇവിടെ ഒരു റിസൾട്ട് വരും. ഈ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഞാൻ ഈ ഒരു ലിങ്ക് ഞാനിപ്പം നിങ്ങൾക്ക് തരാൻ പോകണമെന്ന് പറഞ്ഞ ഈ ഒരു ലിങ്ക് ആണ്. ആദ്യം ഞാൻ എൻ്റെ ഫോണിൽ ട്രൈ ചെയ്യും. എൻ്റെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ വൺസ് ഞാൻ എൻ്റെ ഫോണും കൂടി ഒന്ന് ഓൺ ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എൻ്റെ ഫോൺ വഴി ഞാനിപ്പോൾ ഡെമോ ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്ത് ഇതിനെ ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് 2 രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ ഇത് ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഈ ലിങ്കിനെ എനിക്ക് QR കോഡിലോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്തേക്കുന്ന ആകെ ഈ 3 ലിങ്കാണ് ട്രൈ ചെയ്തേക്കുന്നത്. ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടും. ഈ മേളിൽ കാണുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഫോണിൽ കൂടി പറയുന്ന മൈക്രോഫോണിന്റെ ആക്സസ് കിട്ടും. അതിന്റെ മേളിൽ കാണും ഈ ആദ്യത്തെ ലിങ്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ ആക്സസ് കിട്ടും. അപ്പൊ ഇതാണ് ഈ 3 ലിങ്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഡെമോ ലാബിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡെമോ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ മാത്രമേ അയച്ചു തരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ ലിങ്കിന് എങ്ങനെ QR കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ കാളിയുടെ അകത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്ന് പറയും, SET എന്ന് പറയും. അപ്പൊ SET ടൂൾ കിറ്റ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ പാസ്വേഡ് എടുക്കിട്ട് കാളി ലിനക്സിന്റെ അകത്ത് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ഒരു ടൂൾ കിറ്റ് ഇതിനകത്ത് ഇങ്ങനെ മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്പർ 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്പർ 1 നിൽക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്പർ 8 എന്ന് പറഞ്ഞ് QR കോഡിലോട്ട് മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്പർ 8ലോട്ട് നിൽക്കുക. അത് കഴിയുമ്പോൾ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറയണം. അപ്പൊ ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ലൊക്കേഷന്റെ ലിങ്ക് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ആ ലൊക്കേഷന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട്
ഇവിടെ കൊണ്ടേ പേസ്റ്റ് ചെയ്യാം. വൺസ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ലിങ്കിനെ QR കോഡിലോട്ട് മാറ്റി. ആ QR കോഡിലോട്ട് മാറ്റുമ്പം ഇതാണ് ആ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തത്. അതിൻ്റെ താഴെ കാണുന്ന ലോഗാണ് QR കോഡിലോട്ട് മാറ്റിയിരിക്കണേ കേട്ടോ. അപ്പം ഈ ഒരു QR കോഡിലോട്ട് മാറ്റിക്കുന്ന ഈ ഒരു പാത്ത് ഞാനിപ്പോൾ നോട്ട് ചെയ്യും. റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണമെങ്കിൽ റെക്കോർഡിംഗിലായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റർ അടിച്ചിട്ട് ഒരു സെക്കൻഡ്, ഞാനത് കോപ്പി ചെയ്യാൻ മറന്നുപോയി. ഒന്നുകൂടി ഞാനത് ഉണ്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാനത് കോപ്പി ചെയ്യാം. എനിക്കൊന്ന് ഞാൻ കോപ്പി ചെയ്യാം. നിങ്ങൾ അത് കഴിഞ്ഞ് നേരെ ആ ഒരു QR കോഡിലോട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ QR കോഡിലോട്ട് ജനറേറ്റ് ആയി. എന്നിട്ട് ആ QR കോഡ് എവിടെ ഇരിക്കണം അതിൻ്റെ പാത്ത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഈ ഒരു QR കോഡിൻ്റെ നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഇതാണ് നിങ്ങളിത് സ്കാൻ ചെയ്യേണ്ടത്. ഇതിനെ ഞാനൊന്ന് പാത്തൊന്ന് മാറ്റി നേരെ ഡെസ്ക്ടോപ്പിലോട്ടാക്കട്ടെ. അപ്പം നിങ്ങൾക്കും കാണുകയും ചെയ്യാം. ഞാൻ നേരെ ഡെസ്ക്ടോപ്പിൽ പോയി കഴിയുമ്പോൾ ആ ഒരു QR കോഡ് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ആ ഒരു ലിങ്ക്, അതായത് വേറെ ഒന്നല്ല, ഈ ഒരു ലിങ്കിനെ QR കോഡിലോട്ട് നമ്മൾ മാറ്റി. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാളി മെഷീനിൽ ഇൻബിൽഡ് ആയിട്ടാണ്. എല്ലാവരും കാളി മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അവരുടെ കാളിയുടെ അകത്ത് മേളിൽ പോയി SCT എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ ഒരു ടൂൾ കിറ്റ്. സോ നിങ്ങൾക്ക് ഏത് ലിങ്ക് വേണമെങ്കിലും QR കോഡിലോട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫോൺ വെച്ച് ഞാൻ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വൺസ് ഞാൻ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് റിസൾട്ടിൽ എന്താ വരണമെന്ന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഞാൻ ഈ QR കോഡ് ഒന്നും ഇതായില്ലല്ലോ, അപ്പോഴേ ക്ലാസ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഇപ്പോഴായി കയറിയത്. കുഴപ്പമില്ല, റെക്കോർഡിംഗ് കൊണ്ടിട്ടാ. വേറെ ഒന്നും ഇല്ലടാ നമ്മൾ ചെയ്തേ. നമ്മൾ ഫിഷിംഗ് ചെയ്യുകയാണ്. അപ്പൊ ഫിഷിംഗ് എങ്ങനെയാ ചെയ്യുന്നത് അതിന്റെ ഒരു ടൂളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞൊരു ടൂളായിരുന്നു ചെയ്തത്. ലാപ്പിലോട്ട് പോയോ? അതന്നെ, ലാപ്പിലോട്ടാ. അപ്പൊ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു ചെറിയൊരു വെബിനാറാണ്. റെക്കോർഡിംഗ് എല്ലാം കിടപ്പുണ്ട് കേട്ടോ. മൺഡേ തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷേ ഈ ഫിഷിംഗ് എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ചെയ്യണേ അതിൻ്റെ ഒരു ലാബാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഒരു QR കോഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അവിടെ ഇരുന്ന് ഇത് സ്കാൻ ചെയ്യാം കേട്ടോ. ഇപ്പം ചെയ്യണ്ട, ഞാൻ എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുക്കാം. ഞാൻ അതിനകത്ത് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കട്ടെ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്താൽ മതി കേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിളിലോട്ട് പോട്ടോ. ഗൂഗിൾ ലെൻസിലോട്ട് പോവാ. ഗൂഗിൾ ലെൻസ് വഴി കിട്ടി. ഞാനത് ക്ലിക്ക് ചെയ്തു. ഇനി നോക്കി കേട്ടോ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ ആ റിസൾട്ടിൽ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഇവിടെ അറ്റാക്കറിനാണ് എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കിക്കോട്ടാ. ഞാൻ ആ വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം ഇവിടെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞാ. അപ്പൊ ഈ കണ്ടിന്യൂയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ
അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറ്റാക്കർ ചെയ്യണത്. കണ്ടിന്യൂയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് കണ്ടിന്യൂ മാറ്റിയിട്ട് അവർ ചെയ്യണ അറ്റാക്കർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ വേണോ, ലാപ്ടോപ്പ് വേണോ, മാക്ക് വേണോ, അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ വൺസ് നിങ്ങളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇവിടെ അലോ ദിസ് ടൈം എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അറ്റാക്കറിന് ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. എന്നിട്ട് ഇവിടെ അറ്റാക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. തൃശ്ശൂരാണ് ഞാൻ താമസിക്കുന്നത്. കറക്റ്റ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോണ്ടിറ്റ്യൂഡ് കിട്ടും ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇപ്പം ഹൈഡ് ചെയ്തേക്കാം ഞാൻ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോടാ ഈ ഒരു QR കോഡിൽ? വേറെ ഒരാൾ ജസ്റ്റ് ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, അത് പ്രശ്നമൊന്നുമില്ല, ലൊക്കേഷൻ അല്ലേ. ജസ്റ്റ് അത് അലോ ചെയ്യാതിരുന്നാൽ മതി. ജസ്റ്റ് വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആരെങ്കിലും ചെയ്യുന്നുണ്ടാ? എടാ കേട്ടാ പറഞ്ഞോ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് എന്താ പറയണേ, എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും? ഇതേടാ ഇപ്പൊ ഞാൻ ആ സ്ക്രീനിൽ കണ്ട കാര്യങ്ങളാണ് എല്ലാ അറ്റാക്കറിനും കാണാൻ പറ്റുക. ഞാൻ മിനിമൈസ് ചെയ്തിട്ട് നിൽക്കട്ടെ. അറ്റാക്കറിന് ഞാൻ ഈ സ്ക്രീനിൽ കണ്ട കാര്യങ്ങളാണ് അറ്റാക്കറിന് കാണാൻ പറ്റുന്നത്. ഒരു ഗൂഗിളിന്റെ ലിങ്കും കിട്ടും. അതാണ് അറ്റാക്കറിന് കാണാൻ പറ്റുന്നത്. ഇത് ഇത്ര ഇൻഫർമേഷൻ ആണ് കാണാൻ പറ്റുന്നത്. എൻ്റെ IP ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആണ്. ഞാൻ ക്രോം വഴിയാണ് കയറിയേക്കണേ. പിന്നെ എൻ്റെ ലൊക്കേഷൻ, കാരണം ഇത് ലൊക്കേഷന് വേണ്ടി മാത്രമായിട്ടാണ്. മൈക്രോഫോണും ഉണ്ട്, ക്യാമറ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല QR കോഡിൽ. ജസ്റ്റ് ലൊക്കേഷൻ മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ലൊക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടാ. വേറെ ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ല. ലൊക്കേഷൻ, IP അഡ്രസ്സ്, നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, ക്രോം ആണെങ്കിൽ ക്രോം. ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലേ, ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും, ഞാനല്ല റൺ ചെയ്യണേ, ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതൊരു എഡ്യൂക്കേഷൻ അല്ലേ, ആരെങ്കിലും ചെയ്യടാ. ജസ്റ്റ് ആരെങ്കിലും സ്കാൻ ചെയ്തേ, ഇതൊന്ന് സ്കാൻ ചെയ്യും. ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അതേ എൻ്റെ ഡാറ്റയ്ക്ക് ഞാനിപ്പം പറഞ്ഞു തരുന്നില്ലേ. ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, ക്യാമറ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ക്യാമറയുടെ ഉണ്ട്, ക്യാമറയുടെ ലിങ്ക് ഒന്നും ചെയ്തില്ലല്ലോ. എടാ ഒരു ആരെങ്കിലും ഒരാളെ ചെയ്യും, എന്നിട്ട് നമുക്ക് നിർത്താം. ആരെങ്കിലും ഒരാളെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യാം. ഇപ്പൊ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ വേണ്ട, ഇതിന്റെ തൊട്ട് താഴെ ആയിരിക്കും അടുത്തയാൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടാ. വിസിറ്റ് സൈറ്റ് കൊടുത്താൽ IP വന്ന് ആൻഡ്രോയിഡ്, നീ ആൻഡ്രോയിഡ് ആ യൂസ് ചെയ്യണേ, ആൻഡ്രോയിഡ് വെർഷൻ 10 ക്രോമിലല്ലേ നീ കയറിയേക്കണേ? ഓക്കെ, അതേതാ നിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഇനി അതിനകത്ത് മറ്റേ എൻ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതൊരു ഭൂമി കറങ്ങനായിട്ട് കാണും. അതെ, കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് അലോ ദിസ് ടൈം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇവിടെ അറ്റാക്കറിന് സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടാ. അറ്റാക്കറിന് ഇവിടെ ഒരു ചെറിയൊരു മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് വരും. നെറ്റിന്റെ ഡിലേ ആയതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതെ വന്നു. വേറെ ഒരാൾ സ്കാൻ ചെയ്തല്ലോ, അതേ ഒരു ആപ്പിൾകാരന് സ്കാൻ ചെയ്തല്ലോ. ഒരു ആപ്പിൾ കയറിയിട്ടുണ്ടല്ലോ. യൂസർ ഡിനൈഡ് ജിയോ ലൊക്കേഷൻ. കുഴപ്പമില്ലടാ, നീ അലോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമില്ല. കാരണം ഇത് എഡ്യൂക്കേഷൻ, ഇതൊരു എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ആ പെർമിഷൻ അതുകൊണ്ടാണ് സെറ്റ് ചെയ്തേക്കണേ. ചിലതിന് ജസ്റ്റ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് കഴിഞ്ഞാൽ ചെയ്തോ. ഞാൻ ഇവിടെ വെക്കാം. സ്കാൻ ചെയ്തോ, ഒന്നുകൂടി സ്കാൻ ചെയ്തോ. ഇപ്പൊ നമ്മൾ ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇൻഫർമേഷൻസ് ആയിട്ടുള്ളത്? കറക്റ്റ് നീ ഇപ്പൊ നിക്കണേ ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നീ നിക്കണേ ആ ഇഞ്ചിന്റെ അടുത്ത ലൊക്കേഷൻ കിട്ടും. നീ ആ 1 സെന്റിമീറ്റർ അപ്പുറത്തുള്ള, അതായത് നിന്റെ ആ കറക്റ്റ് ലൊക്കേഷൻ, നീ ഇപ്പൊ എവിടെ നിക്കണ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. ആ കണ്ടിന്യൂ കൊടുത്ത് അലോ ദിസ് ടൈം കൊടുത്താലും മതി. അലോ ദിസ് ടൈം ആ എക്സാക്ട് ലൊക്കേഷൻ നിന്റെ വീട്ടിനകത്താണെങ്കിൽ ആ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. വേണ്ട, ഇവിടെ വന്നു, ഒരാളുടെ വന്ന് ഓപ്പൺ ലിങ്ക് ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. ഒരാളുടെ കിട്ടി. ഒരാളിപ്പോ കൊച്ചി കേരളയിലാട്ടോ. ഒരാൾ വന്നേക്കണ കൊച്ചി കേരള. അവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേരന്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവനിപ്പോ ഇരിക്കണേന്ന് പറഞ്ഞാൽ. ചെറുപുഷ്പം പള്ളിയുടെ അടുത്താണല്ലോ ഇരിക്കണേ, ആണോടാ? സിമിത്തേരി
അതന്നെ ചെറിപ്പുഷ്പം പള്ളിയുടെ അടുത്താണല്ലോ ഇരിക്കണേ. റോഡിന്റെ പേര് ഫാദർ റോക്കി കളത്തിൽ പറമ്പിൽ. അതന്നെ ഫാദർ റോക്കി. അല്ല നീ ഇപ്പൊ ഇരിക്കണ പള്ളി അതന്നെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ട സ്മൈൽ കൊച്ചി കാറ്ററിംഗ്. അതന്നെ സ്മൈൽ കൊച്ചി കാറ്ററിംഗ്. അതന്നെ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ്. ഓക്കെ. ഓ ഇച്ചിരി ഒരു ഡിസ്റ്റൻസേ ഉള്ളു, പക്ഷെ എന്നാലും എത്തി കേട്ടാ. കറക്റ്റ് ലൊക്കേഷനിൽ കിട്ടി. അതന്നെ. അപ്പൊ ഇതാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞ. ഇപ്പൊ ലിങ്കിനകത്ത് ഇത് ഇങ്ങനെ ചിലതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻട്രി അടിക്കുമ്പോ തന്നെ അങ്ങ് ഹൈജാക്ക് ചെയ്ത് പോണ്. അതുകൊണ്ട് ഭയങ്കര ഒരു 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 പ്രശ്നമുള്ള ഒരു അറ്റാക്കാണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കണ്ണി കാണുന്ന ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്യില്ലട്ടോ. പ്രത്യേകിച്ച് ടെലഗ്രാമിലാണ് ഈ കൂടുതൽ ഫിഷിംഗ് ഒക്കെ കയറി വരണേ. സോ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ അയാളെ വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ. അതായത് ഇങ്ങനെ ഈ വെബ്സൈറ്റ് ഇപ്പൊ ആരെങ്കിലും നിനക്ക് ഫിഷിംഗ് ലിങ്ക് വല്ല തരുവാണെങ്കിൽ നീ ആ ഫിഷിംഗ് ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ IP കിട്ടും. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വേറൊരാളും കൂടി അയച്ചല്ലോ. അത് ആരാ നോക്കട്ടെ. സെയിം തന്നെ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചെന്ന് വരയ്ക്കാം. അപ്പൊ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ IP ഏതവനാണെന്ന് അറിയണം. അപ്പൊ IP ഏതവനാണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ IP റൺ ചെയ്ത് നോക്കണം. IP അഡ്രസ് കിട്ടണം. അപ്പൊ IP അഡ്രസ് കിട്ടാനായിട്ട് പിങ് സ്പേസ് ആ ഒരു സംഭവം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വെബ്സൈറ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് IP അഡ്രസ് ആണ് നമുക്ക് കിട്ടും. കണ്ടാ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് NG Rock ആണെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം യൂസ് ചെയ്യുക അറ്റാക്കർ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള വസ്തുക്കൾ മിക്കെല്ലാം ന്യൂബ് അറ്റാക്കർ, അതായത് ബിഗിനർ സ്റ്റേജുള്ള അറ്റാക്കർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവർ എപ്പോഴും ഇങ്ങനത്തെ ഫ്രീ വെർഷനുള്ള സെർവേഴ്സ് ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ആ പിങ്ക് ഞാൻ തന്നെ ആ ലിങ്ക് നിങ്ങൾ കൊടുത്തപ്പം നിങ്ങൾക്ക് ആ IP അഡ്രസ് കിട്ടി. പക്ഷെ IP അഡ്രസ് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു NG Rock സർവീസിലാണ് റൺ ചെയ്യുന്നത്. അതായത് അതൊരു ഫ്രീ സർവീസ് ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് റിലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ ലിങ്ക്. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതൊരു ഫിഷിംഗ് ലിങ്ക് ആണെന്ന്. പിന്നെ വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാളിയുടെ അകത്ത് hping3 എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. hping3യുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു IP ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ സർവറിനെ നിർത്താൻ പറ്റും. അതായത് അറ്റാക്കറിനെ വരെ നമുക്ക് അവന്റെ വെബ്സൈറ്റ് വരെ ഹാങ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ഒരു സംഭവമാണ്. നമുക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ സമയം കിട്ടുമ്പോൾ ഫിഷിംഗ് കഴിയുമ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാനിത് എങ്ങനെയാണ് അയാളെ ആ IP എടുത്ത് നമുക്ക് വേണമെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ നമുക്ക് അവൻ അയച്ചേക്കുന്ന ലിങ്ക് തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ രീതിയിൽ ഡിഫൻസിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. സോ ഫിഷിംഗ് അറ്റാക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇത് നീ കുറച്ചുകൂടി അധികമായിട്ടുള്ള അറിവായിരുന്നു. അത് നോക്കാം, നമുക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ നോക്കട്ടെ. അത് ചെയ്യാം, ലാബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തു തരാടാ. അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്കിന്റെ IP കോപ്പി ചെയ്യുക, IP-ന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് അഥവാ അതൊരു ഫിഷിംഗ് അറ്റാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സർവർ വരെ ഡിസ്കണ്ടിന്യൂ അതായത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. അത് വേണം. അതന്നെ അതെന്തായാലും നമുക്ക് ചെയ്യണം. ഞാൻ ഒരു ലാബ് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഫിഷിംഗിന്റെ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ റെക്കോർഡിങ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കുക, റെക്കോർഡിംഗ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കിത് മൺഡേ എന്തായാലും ഒന്നുകൂടി ചെയ്തു നോക്കാം, ലാപ്പിലായാലും. പിന്നെ ടെർമെക്സിലും ഐഷെല്ല് ആപ്പിളിന്റെ കാര്യം ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല, നോക്കട്ടെ ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാം. ആപ്പിളിൽ എങ്ങനെയാണ് ഇതൊന്ന് ഫിഷിങ്. പിന്നെ ടെർമെക്സിനകത്ത് Z Fisher എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടടാ. അപ്പൊ അതിനകത്ത് നമുക്ക് ക്ലോണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ ക്ലോണിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അറ്റാക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ ടെർമെക്സിൽ ഇച്ചിരി ഒരു പാടാണ്. പക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള ക്ലോണിംഗ് പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് എൻറ്റയർ, ഇങ്ങനെയാണ് അറ്റാക്ക് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് അറ്റാക്ക് ഇങ്ങനെയാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ കൂട്ടത്തില്? ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. എന്തെങ്കിലും ഉണ്ടാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? ജസ്റ്റ് വെബിനാർ ആട്ടാ, റെക്കോർഡിംഗ് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞോ. നെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ കുഴപ്പമില്ല. റെക്കോർഡിംഗ് ആട്ടാ ഇത്. അപ്പൊ ഒരു ഫിഷിംഗ് അറ്റാക്ക് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇതിനകത്ത്. അപ്പൊ ലിങ്കിനെ QR കോഡിലോട്ട് മാറ്റി. അപ്പൊ ആ QR കോഡ് ഇവിടുത്തെ സ്റ്റുഡൻസ് സ്കാൻ ചെയ്തപ്പോ അവരുടെ എനിക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കണേ, ഫിഷിംഗ് അറ്റാക്ക് ചെയ്തേക്കണേ. അപ്പൊ പറഞ്ഞോടാ. ഇത് നമ്മളിപ്പോ QR കോഡ്
ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഓപ്പൺ ദിസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് പോയല്ലോ. അതന്നെ എന്നിട്ട് തന്നെ ഭൂമി കറങ്ങുമ്പോഴത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അതന്നെ കണ്ടത്. ആ ഭൂമി കറങ്ങണ മുമ്പ് തന്നെ എനിക്ക് നിന്റെ IP കിട്ടും. അതാണ്, അതായത് വൺസ് നീ ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് നിന്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടത്തില്ല. എക്സാക്ട് ലൊക്കേഷൻ കിട്ടിയത് എപ്പോഴാന്ന് പറഞ്ഞാൽ ആ ഭൂമി കറങ്ങേണ്ട താഴെ എൻ്റർ എന്ന് പറഞ്ഞ് ഞെക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ. ഇത് ഭൂമിയുടെ പടം മാറാൻ വല്ല വഴിയുണ്ട്? അത് ചെയ്യാൻ പറ്റും. ഇത് എന്ത് പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ആ കോഡിങ് അറിയുന്നവർ, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയുന്നവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ആ കോഡിനകത്തുണ്ട്, ഗിറ്റപ്പിന്റെ ആ കോഡിനകത്തിന്റെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭൂമി മാറ്റി ചന്ദ്രനെ ആക്കാൻ പറ്റും. എന്ത് വെബ്സൈറ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടാ. അല്ല, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ എഴുതി ആ കാണിച്ചു. പിന്നെ ചെയ്യാൻ പറ്റും. ഈ സംഭവമാണ് മറ്റേ നമ്മുടെ ഈ ഫസ്റ്റ് പേരടിച്ചു കൊടുക്കുക, എന്നിട്ട് അതന്നെ സെയിം ഓക്കെ തന്നെ. കൊടുത്തിട്ട് ഏജ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോ തീർന്നു. ആർക്കൊക്കെയോ കൂട്ടുകാരന് ബർത്ത്ഡേ സമ്മാനം കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് ഈ കൂട്ടത്തിൽ. എനിക്ക് എനിക്കുണ്ട് എനിക്ക് പഠിക്കണം. അപ്പൊ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ മൺഡേ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ. അപ്പം എന്തായാലും ഇത് വീണ്ടും ഞാൻ എന്തായാലും മൺഡേ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്ന ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? പറഞ്ഞോ. ഇത് വൺ ടൈം മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതാ സ്ഥിരമായിരിക്കും? നമുക്ക് അവൻ ഇതിപ്പം വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ലൊക്കേഷൻ കിട്ടും. വീണ്ടും അവനിപ്പം പിറ്റേ ദിവസം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വീണ്ടും അവൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യണം നമുക്ക് ആ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ. എപ്പോഴെപ്പോഴും നമുക്ക് ആ ലൈവ് ലൊക്കേഷൻ കിട്ടത്തില്ലടാ. വാട്സാപ്പിലെ പോലെ എപ്പോഴെപ്പോഴും വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ എപ്പോഴെപ്പോഴും ലൈവ് ലൊക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. അവൻ എപ്പോഴാണ് ക്ലിക്ക് ചെയ്തേക്കണേ ആ എക്സാക്ട് മൊമെന്റ് എക്സാക്ട് ടൈമിലുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെടാ വേറെ എന്തെങ്കിലും ഡൗട്ട്? നെറ്റ് പോയാ? ഉണ്ടടാ? നമുക്ക് ഈ വാട്സാപ്പ് ഒക്കെ ക്ലോൺ ചെയ്യാൻ എപ്പോഴാ പഠിക്കുന്നത്? എടാ ഇപ്പൊ ശ്രദ്ധിക്കുക, നിൽക്കട്ടാ ഒരു സെക്കൻഡ്. വാട്സാപ്പ്, ഇൻസ്റ്റ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റ ക്ലോണിങ് മാത്രമേ പറ്റത്തുള്ളൂ. വാട്സാപ്പ് നടക്കത്തില്ല. കാരണം വാട്സാപ്പ് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട്. ഇപ്പൊ വാട്സാപ്പിൽ നിനക്ക് അവന്റെ നമ്പർ വെച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ അവന്റെ വാട്സാപ്പ് അതേപോലെ നിനക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അവന്റെ വാട്സാപ്പിലോട്ട് ആദ്യം മെസ്സേജ് ചെല്ലും, ഇന്ന സിസ്റ്റം ഇന്ന സ്ഥലത്ത് അവൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണോ, ഡിസ്കണക്ട് ചെയ്യിപ്പിക്കണോ, എന്താ ചെയ്യേണ്ടത്. കാരണം അറ്റ് എ ടൈമിൽ ഒരു വാട്സാപ്പ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യത്തുള്ളൂ. 2 ആൻഡ്രോയിഡ് ഫോണിലും ഒരേ വാട്സാപ്പ് ഒരിക്കലും റൺ ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും ഒരു ഇൻസ്റ്റാഗ്രാം ഫോണിൽ റൺ ചെയ്യണം, മറ്റൊരു ഇൻസ്റ്റാഗ്രാം സെയിം ഐഡിയിൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി ഫസ്റ്റിൽ മെസ്സേജ് വരും, ഇന്ന സ്ഥലത്ത് റൺ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ആ ഓണറിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ടെലഗ്രാമിലാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. ടെലഗ്രാമിലാണ് കൂടുതൽ ഇങ്ങനത്തെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ബോട്ട് വഴിയും ടെലഗ്രാം ഹൈജാക്ക് ചെയ്ത് ടെലഗ്രാമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. നമുക്ക് ടെലഗ്രാം ഹൈജാക്ക് ചെയ്തിട്ട് നേരെ ഫോൺ ക്ലോൺ ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ, അങ്ങനെ ഇല്ല. ടെലഗ്രാം മാത്രമേ ആ സർവീസ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഫോൺ ക്ലോണിങ് അങ്ങനെ നടക്കത്തില്ല. അത് ഫോൺ ക്ലോണിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ഫോൺ ക്ലോണിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഓരോ ആൻഡ്രോയിഡിന്റെ അപ്ഡേഷനിലും ഓരോ സെക്യൂരിറ്റി ഫീച്ചർ വന്നുകൊണ്ടിരിക്കുക. പണ്ടത്തെ ആൻഡ്രോയിഡ് ഫോൺ വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ക്ലോണിങ്. അവൻ അപ്ഡേറ്റ് ചെയ്യാത്ത ആൻഡ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാം ലേറ്റസ്റ്റ് വെർഷൻ ആയതുകൊണ്ട് സെക്യൂരിറ്റി ഫീച്ചർ എല്ലാം അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള അറ്റാക്ക് ഭയങ്കര കുറവാണ്. ഫിഷിംഗ് ആണ് കൂടുതൽ നടക്കുന്ന അറ്റാക്ക്. ഫിഷിംഗ് വഴിയാണ് കൂടുതൽ നടക്കുന്നത്. ഫിഷിങ്ങും ടെലഗ്രാം വഴിയുള്ള അറ്റാക്സ് ആണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ ക്ലോണിങ് നമുക്ക് വേണമെങ്കിൽ ക്ലോൺ ചെയ്ത് എടുക്കാൻ പറ്റും. അവന്റെ യൂസർ നെയിം പാസ്വേഡേ കിട്ടത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഒക്കെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ യൂസർ നെയിം പാസ്വേഡ്, പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമില്ല. നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അവന്റെ യൂസർ ID പാസ്വേഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവന് മെസ്സേജ് പോകും. അതുകൊണ്ട് ഇപ്പം ഭയങ്കര എല്ലാത്തിനും നല്ല സെക്യൂരിറ്റി ഫീച്ചറാണ്. ഇങ്ങനത്തെ ഫിഷിങ്, അതായത് ലിങ്ക് വഴി ആണ് മേജർ ആയിട്ട് നടക്കണേ. കാരണം അതിൽ കാരണം എന്താണെന്ന് അറിയാടാ, ഇപ്പം ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ട്. അവർക്ക് ഡെഡിക്കേറ്റഡ് സൈബർ സെക്യൂരിറ്റി ടീമുകൾ കാര്യങ്ങളുണ്ട്. ഓരോ ദിവസം ഓരോ സെക്യൂരിറ്റി പാച്ച് അവർ നടത്തണേ. സോ അവർ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അറ്റാക്കേഴ്സിന്റെ പെർസ്പെക്റ്റീവ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ ഫിഷിംഗ് പോലത്തെ ടൂൾ അവർക്ക് യൂസ് ചെയ്തേ പറ്റൂ. അതായത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ അബദ്ധത്തിൽ എന്തെങ്കിലും ഈ ഒരു യുഗത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അറ്റാക്ക്
99% അറ്റാക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈ കൊണ്ട് അബദ്ധം പറ്റുമ്പോഴാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല അബദ്ധം അല്ലാതെ രീതിയിലുള്ള ഒരു രീതിയിൽ, അതായത് നിനക്ക് അവന്റെ യൂസർ നെയിം പാസ്വേഡ് കിട്ടിയാൽ പോലും നിനക്ക് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി സെക്യൂരിറ്റി ഫീച്ചർ പാച്ചിലാണ്. പക്ഷേ നേരെ വെച്ച് നീ അവന്റെ ഫോണിൽ ലിങ്കോ വല്ല അവൻ വഴി ലിങ്ക് വല്ലതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിനക്ക് വേണമെങ്കിൽ അവന്റെ ഫോണിന്റെ ആക്സസ് കുറച്ച് കാര്യങ്ങൾ കിട്ടും, ക്യാമറ ആക്സസ് കിട്ടും. അപ്പൊ അങ്ങനെ അവന്റെ ഫോണിൽ എന്തൊക്കെ കാണുന്നത് നിനക്ക് കാണാൻ പറ്റും. ഓരോ മിനിറ്റോളം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഉള്ള കുറച്ച് ഫിഷിംഗ് അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോഫോൺ ഓൺ ആവുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള ഫിഷിംഗ് അറ്റാക്സ് കാര്യങ്ങളുണ്ട്. ഇനി ഫിഷിംഗ് അറ്റാക്ക് നിങ്ങൾ അത് അബദ്ധത്തിൽ ഏർപ്പെടുത്താൽ, അതായത് നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് നിങ്ങൾ കോംപ്രമൈസ്ഡ് ആയ നിങ്ങൾക്ക് അറിയുന്ന സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആകാൻ തുടങ്ങും. അതായത് ഫോണിന്റെ ബാറ്ററി ചാർജ് കുറയാൻ തുടങ്ങും. ഫോൺ നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ 2 GB ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ഏതോ രീതിയിൽ 2 GB ഡാറ്റ ഓൾറെഡി കഴിഞ്ഞു കാണും. ഈവൻ ദോ നിങ്ങൾ ഫേസ്ബുക്കും വാട്സാപ്പും മാത്രമേ യൂസ് ചെയ്തുള്ളൂ, പക്ഷെ ആ ഡാറ്റ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു നിങ്ങളുടെ ഫോണിൽ നിന്ന്. അപ്പം ചുമ്മാ വെറുതെ ഫോൺ വെച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചൂടാവുന്നു. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക അറ്റാക്കർ. നിങ്ങളുടെ ഫോണിൽ നിന്ന് എപ്പോഴും നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസും അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റാസും അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന മൈക്രോഫോൺ വല്ല ഓൺ ആയിരിക്കും. അപ്പൊ അതെല്ലാം ഈ അറ്റാക്കർ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ഡാറ്റ പോവും, ഫോൺ പ്രൊസസ്സർ കൂടും, അപ്പൊ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് തീരാൻ തുടങ്ങും. അതൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ സൂചന. സോ അത് ഭയങ്കര, അതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ പെട്ടെന്നൊരു ഫസ്റ്റ് ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെട്ടെന്നൊരു റിസർച്ച് എപ്പോഴും നമ്മൾ കാണുന്ന ഫോണല്ലേ, പെട്ടെന്നൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് ആദ്യത്തെ ഇൻസ്റ്റിങ് തന്നെ നമ്മൾ അറിയും. അപ്പൊ നിങ്ങൾ അറിയുമ്പോൾ അത് ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം കേട്ടാ. എന്തുകൊണ്ടാണ് ഇത് ഇന്നലെ വരെ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് ഇത് ഹീറ്റ് ആവുന്നു, പെട്ടെന്ന് ഇത് ബാറ്ററി ബാക്കപ്പ് തീരണം. അപ്പൊ ആ ഉടനെ തന്നെ എന്താ റിപ്പയർ സെന്ററിൽ പോകാതെ നിങ്ങൾ തന്നെ അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റ നോക്കുക, ഡാറ്റ പോകുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഇൻസ്റ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഡാറ്റ നോക്കുക. ഒരു ദിവസം 2 GB ആണെങ്കിൽ പെട്ടെന്ന് തീരുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നും ഉപയോഗിക്കില്ല, നെറ്റ് ഒന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കുക നെറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതൊക്കെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എനിക്കത് നമുക്ക് ഇന്നത്തെ വെബിനാർ കംപ്ലീറ്റ് ആക്കാം, നിർത്താം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൺഡേ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാം കേട്ടാ. ഓക്കെ, ഇവിടെ മാമിന് എന്തോ പറയാനുണ്ട്. പറഞ്ഞോ മാം, ക്ലാസ് കഴിഞ്ഞിട്ടാ മാം. ഹലോ, പറഞ്ഞോ മാം. ഇതില് എല്ലാവരും പുതിയ ആൾക്കാരാണോ, എങ്ങനെയാണെന്ന് പറയാവോ? ജസ്റ്റ് ഒന്ന് തമ്പിട്ടാ മതി. പുതിയ ആൾക്കാരുണ്ടോ അതില്? ഹലോ, കേൾക്കാവോ? ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ തമ്പിടണം? പുതിയ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി. ഇല്ല അല്ലെ? ഹലോ, ഇല്ല മാം, ഇല്ല. എനിക്ക് പുതിയ ആൾക്കാർ ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആരും ഇല്ല അല്ലെ? ഓക്കെ ശരി. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിരുന്നു. അപ്പൊ പുതിയ ആൾക്കാർ ഇല്ലെങ്കിൽ പിന്നെ അല്ലേ സാറേ? ഇല്ല മാം, പുതിയ ആൾക്കാർ ആരും ഇല്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കേടാ. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച ക്ലാസ്സിൽ കാണാം കേട്ടാ എല്ലാരും കേട്ടാ. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് കേട്ടാ എല്ലാരും. സാറിന് മെസ്സേജ് അയക്കാം പേഴ്സണൽ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കെ.